ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്നൊരു അയലക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ കറിയാണേ. ഇതിനായിട്ട് ഞാൻ ഇവിടെ അയല എടുത്തിട്ടുണ്ട്. 1 കിലോ അയല എടുത്തതാണ്. ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. മുറിച്ച് കഴുകിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി കറിവേപ്പില, ഇത്രയേ വേണ്ടുള്ളൂ. പിന്നെ ഒരു പിടി പുളിയാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ വാളംപുളി. ഇത് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ നല്ല കുതിർത്തി വെച്ച് ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ കഴുകി ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി ഒരു ചട്ടി ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടായി വരണം. ഇതിലേക്ക് 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൽ ഇനി ഉലുവാപ്പൊടിയാണ്. ഒരു 1/4 സ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. ഉലുവാപ്പൊടി ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഒട്ടും തന്നെ സമയമൊന്നും പോവില്ല കേട്ടോ. സാധാരണ നമ്മൾ വഴറ്റിയെടുക്കുന്ന കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ എടുക്കും. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കറിയാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ ഉടഞ്ഞു പോകുമൊന്നും വേണ്ട കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ ഒരു 3 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 സ്പൂൺ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി ഒരു കളറൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഞാനിവിടെ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ കളറൊന്ന് മാറാത്ത രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വളരെ കുറഞ്ഞ തീയിൽ നമ്മളിതിനെ വഴറ്റിയെടുക്കാവൂ. ഇതിൻ്റെ കളറൊന്നും മാറരുത് കേട്ടോ. നല്ല കളറിലിരിക്കണം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട പുളിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളവും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയും കൂടെ ആവശ്യമാണ്. ഇത് ഒഴിച്ച് കറിയാണ് കേട്ടോ. തനി നാടൻ രീതിയിലാണ് ഒഴിച്ച് കറി ഉണ്ടാക്കുന്നത്. അത്യാവശ്യം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഇത് തിളയ്ക്കും കേട്ടോ. അപ്പോൾ തിളച്ചൊന്ന് വറ്റിയതിന് ശേഷം ഇതുപോലെയാണ്. ഞാൻ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇത് തുറന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് മീൻ ഇതുപോലെ ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയല മീൻ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ തലേ ദിവസമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് നമുക്ക് പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത് കപ്പയുടെ കൂടെയാണ് കേട്ടോ. ഇനി ഇതിനെ മുഴുവനായിട്ടും ഈ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് ഒന്ന് കുറുകിയതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചട്ടി ഇവിടെ താഴെ ഇറക്കി വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. ഇതിൽ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമുക്ക് പ്രത്യേകിച്ച് വറുത്തിടേണ്ട കാര്യമൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പ്രത്യേകിച്ച് ഇതൊരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.